കൂട്ടുകാർക്കും ബയോളജി ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ടൈപ്പ് ഓഫ് വെസൽസ് ആണ്. നമ്മുടെ ബോഡിയിൽ അനവധി ബ്ലഡ് വെസൽസ് കാണപ്പെടുന്നുണ്ട്. അവയെ പ്രധാനമായിട്ടും നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ആ മൂന്നായിട്ട് തിരിക്കുന്ന ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മലയാളം മീഡിയക്കാരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, മലയാളം ടെസ്റ്റ് കൂടി എടുത്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, വേഗത്തിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വെയിനെ പറ്റിയിട്ടാണ്. വെയിൻ മലയാളം മീഡിയക്കാർ സിരകൾ എന്നായിരിക്കും വിളിക്കുന്നത്, സിരകൾ എന്ന് വിളിക്കും. വെയിൻസിൻ്റെ പ്രത്യേകത ദാറ്റ് ക്യാരീസ് ബ്ലഡ് ടു ദി ഹാർട്ട്, ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരാൻ സഹായിക്കുന്ന, അപ്പോൾ ഹാർട്ടിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്ന വെസൽസ് ആണ് എന്തെന്നറിയപ്പെടുന്നത് വെയിൻസ് എന്ന് പറയുന്നത്. ഇപ്പുറത്ത് പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന വെസൽസ് ആണ് എന്തെന്നറിയപ്പെടുന്നത് വെയിൻസ് എന്ന് പറയുന്നത്. ക്യാരീസ് ബ്ലഡ് ടു ദി ഹാർട്ടാണ്. അടുത്ത പ്രത്യേകത തിൻ വാളായിരിക്കും, വളരെ നേരിയ കട്ടി കുറഞ്ഞ തിൻ ആയിട്ടുള്ള വാളായിരിക്കും, കട്ടി കുറഞ്ഞ ഭിത്തിയായിരിക്കും അവരുടെ പ്രത്യേകത. വാൽസ് ആർ സീൻ ഇൻസൈഡ്, അവരുടെ ഇൻസൈഡ് എന്ത് കാണപ്പെടുന്നുണ്ട്, വാൽവ് കാണപ്പെടുന്നുണ്ട്. അവിടെ ഒരു പടവും കൊടുത്തിട്ടുണ്ട്, വാൽവിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. വാൽസ് ആർ സീൻ ഇൻസൈഡ്, അപ്പോൾ എന്തുണ്ട്, വാൽവുകളും മറ്റും എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ബ്ലഡ് ഫ്ലോ വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ. അപ്പോൾ എന്താണ്, ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ. വളരെ വേഗത കുറഞ്ഞ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡ് വെസൽസിനെ അവരെന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ആർക്കുണ്ട്, ഈ പറയുന്ന വെയിൻസിനുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും വെയിൻസിൻ്റെ ഫങ്ഷൻസ് നോക്കുക, എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ്. ക്യാരീസ് ബ്ലഡ് ടു ദി ഹാർട്ട്, ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നു. തിൻ വാളാണ്, കട്ടി കുറഞ്ഞ ഭിത്തിയാണ് അവർക്കുള്ളത്. വാൽവ്സ്, അവരുടെ പറയുന്ന വെസൽസിൻ്റെ അകത്ത് വാൽവുകൾ കാണപ്പെടാറുണ്ട്. ലോ സ്പീഡിലും ലോ പ്രഷറിലും, അതായത് വേഗത കുറഞ്ഞും മർദ്ദം കുറഞ്ഞുമാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ബ്ലഡിനെ കൊണ്ടുപോകുന്നത് എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ വെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രേ പഠിക്കാനുള്ളൂ. പരീക്ഷയ്ക്ക് 2 മാർക്കിനാണ് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ളത്. ഡിഫറൻഷ്യേറ്റ് ചെയ്യാനോ ക്യാരക്ടർ എന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒക്കെയാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത് നോക്കാം. അടുത്തതാണ് ആർട്ടറി എന്ന് പറയുന്ന സാധനം. എന്താണ് ആർട്ടറി? മലയാളം മീഡിയക്കാർ ധമനികൾ എന്നായിരിക്കും വിളിക്കുന്നത്, ധമനികൾ എന്നാണ് മലയാളം മീഡിയക്കാർ വിളിക്കുന്നത്. ക്യാരീസ് ബ്ലഡ് ഫ്രം ദി ഹാർട്ട്, ഹൃദയത്തിൽ നിന്നും ബ്ലഡിനെ കൊണ്ടുപോകുന്നത്, രക്തത്തെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ബ്ലഡ് വെസൽസ് ആണ് എന്തെന്നറിയപ്പെടുന്നത് ആർട്ടറീസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആർട്ടറീസ് ക്യാരീസ് ബ്ലഡ് ഫ്രം ദി ഹാർട്ട്, ഹാർട്ടിൽ നിന്നും ബ്ലഡ് കൊണ്ടുപോകാൻ സഹായിക്കുന്ന വെസൽസ് ആണ് എന്തെന്നറിയപ്പെടുന്നത് ആർട്ടറീസ് എന്നറിയപ്പെടുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾവ്, കട്ടി കൂടിയതും ഫ്ലെക്സിബിളും ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക്കായിട്ട് വലിച്ചു നീട്ടാനും അല്ലെങ്കിൽ ചുരുങ്ങാനും നൂരാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള തിക്കായിട്ടുള്ള ഇലാസ്റ്റിക് വാൽവാണ് ആർക്കുള്ളത്, ഈ പറയുന്ന ആർട്ടറിക്കുള്ളത്. ഇവർക്ക് പ്രത്യേകിച്ച് വാൽവൊന്നും കാണപ്പെടുന്നില്ല. ബ്ലഡ് കൊണ്ടുപോകുന്നത് ഹൈ സ്പീഡിലും ഹൈ പ്രഷറിലുമാണ്. വേഗത കൂടുതലും മർദ്ദവും കൂടുതലാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടറീസ് ബ്ലഡിനെ എന്ത് ചെയ്യുന്നത്, സംവഹിക്കുന്നത്, കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം ആർട്ടറിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ക്യാരീസ് ബ്ലഡ് ഫ്രം ദി ഹാർട്ട്, ഹാർട്ടിൽ നിന്നുമാണ് ബ്ലഡ് എടുക്കുന്നത്. തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാളായിരിക്കും, കട്ടി കൂടിയത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭിത്തിയായിരിക്കും. ബ്ലഡ് പോകുന്നത് ഹൈ സ്പീഡിലും ഹൈ പ്രഷറിലും ആയിരിക്കുമെന്ന് ഓർക്കുക. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ബ്ലഡ് വെസൽസ് ആണ് എന്തെന്നറിയപ്പെടുന്നത് ക്യാപ്പിലറീസ് എന്നറിയപ്പെടുന്നത്. ഇപ്പുറത്തെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്യാപ്പിലറീസ്? പ്രത്യേകം നോക്കാം. തിൻ വെസൽസ് ദാറ്റ് കണക്ട് വെയിൻ ആൻഡ് ആർട്ടറീസ്, വളരെ തിന്നായിട്ടുള്ള വളരെ കട്ടി കുറഞ്ഞ എന്താണ് വെസൽസ് ആണ് ഇവരുടെ പ്രത്യേകത. ഇവരെന്ത് ചെയ്യുന്നു, ധമനിയെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആർട്ടറീസെയും വെയിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, ജോയിൻ ടുഗദർ ചെയ്യുന്ന വെസൽസ് ആണ് എന്തെന്നറിയപ്പെടുന്നത് ക്യാപ്പിലറീസ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്, വാൾസ് ഈസ് ഫോംഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്, അവയുടെ ഭിത്തി ഉണ്ടായിരിക്കുന്നത് എന്താണ്, ഒരു ലെയറായിട്ടുള്ള അടുങ്ങിയുള്ള ഒറ്റ സിംഗിൾ ലെയറായിട്ടുള്ള കുറേ കോശങ്ങൾ കൊണ്ടാണ്, സെൽസ് കൊണ്ടാണ്. അപ്പോൾ എന്താണ്, വാൾസ് ആർ ഫോംഡ് ഇൻ എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്, ഒരൊറ്റ ലെയറുള്ള സെല്ലുകൾ കൊണ്ട്, കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് അവരുടെ ഭിത്തി. അടുത്ത പ്രത്യേകത നോക്കാം. മൈന്യൂട്ട് പോർസ് ഓൺ ദി വാൾ, അപ്പോൾ ചെറിയ ചെറിയ സുഷിരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഭിത്തികളിൽ കാണപ്പെടുന്നുണ്ട്. ഇവർക്ക് വാൽസ് ആബ്സെൻ്റ് ആണ്. അടുത്ത പ്രത്യേകത ബ്ലഡ് ഫ്ലോ വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ, ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ലോ സ്പീഡിലും ലോ പ്രഷറിലുമാണ് എന്നുള്ള പ്രത്യേകത കൂടി ഇവർക്കുണ്ട്. പിക്ചർ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. 3 കാര്യങ്ങളാണ് വെയിൻ, ആർട്ടറി, ക്യാപ്പിലറീസ്. വെയിൻ എന്ന് പറയുന്നത് ഹാർട്ടിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നതാണെങ്കിൽ ഹാർട്ടിൽ നിന്നും ബ്ലഡ് കൊണ്ടുപോകുന്നതാണ് ആർട്ടറി. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ക്യാപ്പിലറീസ്.
അപ്പോൾ ഇത് മൂന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഡബിൾ സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുള്ളവരാണ്. ആർക്കെങ്കിലും ഡബിൾ സർക്കുലേഷൻ്റെ വീഡിയോ ഒന്നുകൂടി വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അടുത്ത പഠിക്കാനായിട്ട് പോകുന്നത് പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. മറ്റേ നമ്മൾ ഡബിൾ സർക്കുലേഷൻ പഠിച്ചവരാണ്. ഓക്കെ, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പോർട്ടൽ സർക്കുലേഷനാണ്. അതായത് certain veins do not reach the heart and they carry blood from organ to organ. അതായത് പോർട്ടൽ പരിയനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ചില വെയിൻസ് ഡു നോട്ട് റീച്ച് ഹാർട്ട്, ദേ ക്യാരി ബ്ലഡ് ഫ്രം ഓർഗൻ ടു ഓർഗൻ. അപ്പം ചില വെയിൻസ് എന്ത് ചെയ്യില്ല, ഹാർട്ടിലേക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യത്തില്ല, ബ്ലഡിനെ കൊണ്ടുപോകത്തില്ല. അവരെന്ത് ചെയ്യും, ഒരു ഓർഗനിൽ നിന്ന് അടുത്ത ഓർഗനിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യും. ഓർഗൻ ടു ഓർഗൻ എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓർഗൻ ടു ഓർഗൻ ട്രാൻസ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ആ വെയിൻസിനെ വിളിച്ച പേരാണ് എന്തെന്നറിയപ്പെടുന്നത്, ദറ്റ് വെയിൻസ് ആർ കാൾഡ് പോർട്ടൽ വെയിൻസ്. ആ വെയിനെ വിളിച്ച പേരാണ് പോർട്ടൽ സിരകൾ എന്ന് വിളിച്ചത്, പോർട്ടൽ വെയിൻ എന്ന് വിളിച്ചത്. ദേ ബിഗിൻസ് ഫ്രം വൺ ഓർഗൻ ആസ് എ ക്യാപ്പിലറീസ്. ഇവർ ഒരു അവയവത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്, ക്യാപ്പിലറീസ് ആയിട്ടാണ് അല്ലേ. ചെറിയ ചെറിയ വെസൽസ് ആയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്, ലോമികളായിട്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്നു, അടുത്ത ഓർഗനിലേക്ക് എൻ്റർ ചെയ്യുന്നതും ക്യാപ്പിലറീസ് ആയിട്ടാണ്, ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു ഓർഗനിൽ നിന്ന് ക്യാപ്പിലറീസ് ആയിട്ട് തുടങ്ങും, അതെന്ത് ചെയ്യുന്നു, വെയിനായിട്ട് മാറുന്നു. അടുത്ത ഓർഗനിലോട്ട് വീണ്ടും അത് എൻ്റർ ചെയ്യിക്കുന്നത് ചെറിയ ക്യാപ്പിലറീസ് ആയിട്ടാണ് എന്നുള്ളതാണ് അവൻ്റെ പ്രത്യേകത. ഓർഗൻ ടു ഓർഗൻ ട്രാൻസ്പോർട്ടേഷനാണ്. ഓക്കെ, പ്രധാനമായിട്ടും പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സർക്കുലേഷനാണ്. അതിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് പോർട്ടൽ വെയിൻസ് ആയിരിക്കും. അപ്പോൾ പോർട്ടൽ സർക്കുലേഷൻ അല്ലെങ്കിൽ പോർട്ടൽ രക്തപരിണ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് പോർട്ടൽ സിരകളിലായിരിക്കും അതിലെ പ്രധാനപ്പെട്ട കണ്ണി എന്നറിയപ്പെടുന്നത്. ഉദാഹരണമായി അവർ നൽകിയിട്ടുള്ളത് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റമാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ക്യാപ്പിലറീസ് ഇൻ ദി ഇൻഡസ്റ്റൈൻ. അവർ ആദ്യം പറഞ്ഞിരിക്കുന്ന ഇൻഡസ്റ്റൈനിൽ നിന്ന് ക്യാപ്പിലറീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനിൽ നിന്ന് ക്യാപ്പിലറീസ് സ്റ്റാർട്ട് ചെയ്തു, അത് ഹെപ്പാറ്റിക് വെയിനായി, വീണ്ടും ക്യാപ്പിലറീസ് ആയിട്ട് മാറിയിട്ട് അത് എന്ത് ചെയ്യുന്നു, ലിവറിലേക്ക് എത്തും. നമ്മൾ പറഞ്ഞു ഒരു ഓർഗനിൽ ക്യാപ്പിലറീസ് ആയിട്ട് തന്നെ തുടങ്ങും, അടുത്ത ഓർഗനിൽ എന്ത് ചെയ്യും, ക്യാപ്പിലറീസ് ആയിട്ട് തന്നെ എൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്യാപ്പിലറീസ് ഇൻ ദി ഇൻഡസ്റ്റൈനായി അത് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആവുന്നു. വീണ്ടും ലിവറിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് ക്യാപ്പിലറീസ് ആയിട്ട് മാറുന്നു. അങ്ങനെ ലിവർ അത് സ്വീകരിക്കുന്നു. പിന്നെ ഹെപ്പാറ്റിക് വെയിൻ വഴി അത് എന്ത് ചെയ്യുന്നു, വീനക്കാവ് വഴി ഹാർട്ടിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. വീനക്കാവ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് വെയിൻ, അതാണ് ഹാർട്ടിലേക്ക് ബ്ലഡിനെ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിന് എക്സാമ്പിളായിട്ട് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു വെച്ചിരിക്കുക, ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ ആണോ ഇത്രയും? നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്തത് ഹാർട്ട് ബീറ്റ്, പൾസ് ആൻഡ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നൊരു ഭാഗമാണ്. ഹാർട്ട് ബീറ്റ്, പൾസ് ആൻഡ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഹാർട്ട് ബീറ്റ്, എന്താണ് ബ്ലഡ് പ്രഷർ, എന്താണ് പൾസ് എന്ന് നമുക്ക് നോക്കാം. ഹാർട്ട് ബീറ്റ് നമുക്കറിയാം അല്ലേ, ഹൃദയം ഇങ്ങനെ ഓരോ നിമിഷവും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റിൽ ഹൃദയം ഏകദേശം 72 തവണയാണ് എന്ത് ചെയ്യുന്നത്, ബീറ്റ് ചെയ്യുന്നത്, ഹാർട്ട് ഇടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഇടിക്കുന്ന ഹൃദയം അങ്ങനെ ഇടിക്കണമെങ്കിൽ നമ്മൾ എന്താണെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ അതിന് മുമ്പ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പൾസിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കൊക്കെ പൾസ് നോക്കാനായിട്ട് അറിയാം. ഈ ടെസ്റ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു പൾസ് നോക്കുന്നതിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട്. ഓക്കെ, ചിത്രം ശ്രദ്ധിച്ചിരിക്കുക. എങ്ങനെയാണ് പൾസ് നോക്കുന്നതെന്നുള്ള ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് സാധാരണ ഇതിൽ ചിലർ തള്ള വിരൽ ഉപയോഗിച്ചുകൊണ്ട്, തമ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, പൾസ് നോക്കാറുണ്ട്. അത് തെറ്റായ ഒരു നടപടിക്രമമാണ്. നിങ്ങളുടെ കയ്യിൽ മറ്റു മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പൾസ് നോക്കാനായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പൾസ് നോക്കിക്കഴിയുമ്പോഴത്തേക്കും എത്ര പൾസ് ഉണ്ടെന്ന് നോക്കിയാൽ നോർമലായിട്ട് ഒരാൾക്ക് ഒരു മിനിറ്റിൽ എത്ര തവണയാണോ ഹൃദയം ഇടിക്കുന്നത് അത്രയും തന്നെ പൾസ് ബീറ്റ് ഉണ്ടായിരിക്കും. ഇനി പൾസ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ത്രോംബിങ് ഓഫ് ബ്ലഡ് നമ്മുടെ ചില ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, കുറച്ച് വേഗത്തിലും തെറിച്ചും പോകുന്ന ചില പ്രത്യേക ഏരിയകളുണ്ട്. അവിടെ വിളിക്കുന്ന പേരാണ്, ആ ഭാഗത്തെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഭാഗത്ത് നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് കൈ വെച്ച് നോക്കാം
ഈ പിക്ചറിൽ തന്നിരിക്കുന്ന പോലെ കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാഗത്ത് പൾസ് ബീറ്റ് എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിക്കാനായിട്ട് സാധിക്കും. ഏകദേശം 72 തവണയാണ് എന്ത് ചെയ്യുന്നത്, പൾസ് ഇടിക്കുന്നത്. വ്യക്തികൾ മാറുന്നതനുസരിച്ച് അതിൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഹാർട്ട് റേറ്റ് അനുസരിച്ചായിരിക്കും പൾസ് റേറ്റും എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ 1 മിനിറ്റിലുള്ള പൾസ് റേറ്റ് നിങ്ങൾ കൂട്ടുകാരുടെ കൈകളിലൊക്കെ വെച്ച് നോക്കുക, അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ തന്നെ എന്ത് ചെയ്യുക, വെച്ച് നോക്കി ചെക്ക് ചെയ്യുക. ഓക്കെ. ഇനി കൈകളിൽ മാത്രമല്ല നമ്മുടെ കാലിലും നമ്മുടെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലും ഒക്കെ എന്തുണ്ട്, പൾസ് റേറ്റ് കണക്കാക്കാവുന്നതാണ്. ഓക്കെ. ജസ്റ്റ് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്ഫിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണവും ബ്ലഡ് പ്രഷറുമാണ്. നിങ്ങൾക്കറിയാം ഹൃദയം കോൺട്രാക്റ്റ് ചെയ്യും റിലാക്സ് ചെയ്യുകയും ചെയ്യും അല്ലേ. ഡബിൾ സർക്കുലേഷൻ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ആ വീഡിയോ വേണമെന്നുള്ളവർ നിർദ്ദേശിക്കുക, എങ്കിൽ ഈ ചാനൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ഫിഗ്മോ മാനോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ BP അളക്കുന്ന ഡിവൈസാണ് എന്തെന്നറിയപ്പെടുന്നത്, സ്ഫിഗ്മോ മാനോമീറ്റർ എന്നറിയപ്പെടുന്നത്. ഓക്കെ. BP അളക്കുന്ന ഉപകരണം. സ്പെല്ലിങ് ശ്രദ്ധിച്ചിരിക്കുക. സ്ഫിഗ്മോ മാനോമീറ്റർ എന്നാണ്. എന്താണ് സ്ഫിഗ്മോ മാനോമീറ്റർ എന്നാണ് ഓർത്ത് വെച്ചിരിക്കുക, സ്ഫിഗ്മോ മാനോമീറ്റർ. ഓക്കെ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് കോൺട്രാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹൈ പ്രഷറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് ഒഴുകി പോകുന്നത് ഹൈ പ്രഷറിലായിരിക്കും. ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ലോ പ്രഷറിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഹൈ പ്രഷർ എന്ന് പറയുന്നത് ഏകദേശം പറഞ്ഞാൽ 120 വരെ വരും. ലോ പ്രഷർ 80. അപ്പോൾ നമ്മുടെ നോർമൽ BP ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. 120/80 mmHg എന്നാണ് നമ്മൾ എഴുതുന്നത്. എങ്ങനെയാണ് എഴുതുന്നത്, 120 മുതൽ 80 വരെ ആവാം നമ്മുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടിയ അവസ്ഥ 120 കുറഞ്ഞാൽ എത്ര വരെ ആവാം, 80 വരെ ആവാം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് ഓർത്തിരിക്കുക, നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷറിൻ്റെ റേറ്റാണത്. അപ്പം ഹാർട്ട് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനെ നമ്മൾ വിളിക്കും സിസ്റ്റോളിക് പ്രഷർ എന്ന് വിളിക്കും. എന്ന് വിളിക്കും സിസ്റ്റോളിക് പ്രഷർ എന്നാണ് വിളിക്കുന്നത്. ദ പ്രഷർ ഡ്യൂ ടു ദ കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ഈസ് കാൾഡ് സിസ്റ്റോളിക് പ്രഷർ. അങ്ങനെ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് സിസ്റ്റോളിക് പ്രഷർ. അതാണ് ഏകദേശം 120 വരുന്നത്. ഓക്കെ. ഇനി വേറൊരെണ്ണമുണ്ട്, ദാറ്റ് ഈസ് കാൾഡ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് വിളിക്കും. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് വിളിക്കും. അതായത് റിലാക്സിങ് സ്റ്റേറ്റിലുണ്ടാകുന്ന പ്രഷറാണ്. അതാണ് ഏകദേശം 80 വരുന്നത്. ഓക്കെ. ഇപ്പോൾ സിസ്റ്റോളിക് പ്രഷറുമുണ്ട്, ഡയസ്റ്റോളിക് പ്രഷറും ഉണ്ടെന്ന് ആലോചിക്കും. അപ്പം ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റോളും ഡയസ്റ്റോളും കൂടെ ചേർന്നതാണ്. ലപ്ടപ്പ് എന്ന് പറയുന്ന സൗണ്ടോട് കൂടി ഉണ്ടാകുന്നത്. അത് ഏകദേശം 72 ടൈംസാണ് പെർ മിനിറ്റ്. 72 പെർ മിനിറ്റാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. നോർമൽ പ്രഷർ എന്ന് പറയുന്നത് 120/80 mmHg ആണ്. HG എന്ന് പറയുന്നതിന് കാരണം മെർക്കുറിക് മീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രഷർ അളക്കുന്നത്. അതുകൊണ്ടാണ്. ഇപ്പം നിലവിൽ ഇലക്ട്രോണിക്സ് BP അളക്കുന്ന ഉപകരണങ്ങളൊക്കെ നിലവിലുണ്ട്. ഓക്കെ. ആശുപത്രിയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിവൈസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നോർമൽ പൾസ് റേറ്റും എത്ര തന്നെയാണ്, 72 ടൈംസ് തന്നെയാണ്. അത്രയും പെർ മിനിറ്റ്, ഒരു മിനിറ്റിലുണ്ടാകുന്നത് 72 തന്നെയാണെന്ന് ഓർക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറിനുണ്ടാകുന്ന വേരിയേഷൻ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു 120/80 mmHg ആണ് നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ചില കണ്ടീഷനിൽ നമുക്കത് കൂടാം, ചില കണ്ടീഷനിൽ നമുക്കത് എന്ത് ചെയ്യാം, കുറയാൻ ഉള്ള സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള കണ്ടീഷൻ വെച്ച് ബ്ലഡ് പ്രഷർ ഇൻക്രീസസ്, നോർമലിനെക്കാട്ടിയും ഇൻക്രീസ് ചെയ്താൽ ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കും. ഇതെന്ന് വിളിക്കും ഹൈപ്പർ ടെൻഷൻ. നോർമൽ പ്രഷർ റേറ്റാണ് 120/mmHg. അതിനെക്കാട്ടിയും കൂടിക്കഴിഞ്ഞാൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കും. ഇതെന്ന് വിളിക്കും ഹൈപ്പർ ടെൻഷൻ. ഇതിന് പ്രധാനമായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് നമുക്കുള്ള ഹാബിറ്റുകളാണ്. സച്ചസ് എക്സസ് യൂസ് ഓഫ് സാൾട്ട്, ഫാറ്റ്, സ്മോക്കിംഗ്, ലാക്ക് ഓഫ് എക്സസൈസ് തുടങ്ങിയവയൊക്കെയാണ് എന്തെന്നറിയപ്പെടുന്നത് ഹൈപ്പർ ടെൻഷന് കാരണമാണ്. സിഗരറ്റ് വലിക്കുക, ഉപ്പടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക, ഫാറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കുക, സ്മോക്ക് ചെയ്യുക, എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ എന്ത് ചെയ്യുന്നത്, പൊതുവെ ഉണ്ടാവുന്നത്. ഇതെന്ത് ചെയ്യുന്നു, ഹൈ ബ്ലഡ് പ്രഷറിന് കാരണമാവുന്നു. ഇതെന്തിന് കാരണമാവുന്നു, ഹൈ ബ്ലഡ് പ്രഷറിന് പലപ്പോഴും റീസൺ ആവാറുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഹൈ ബ്ലഡ് പ്രഷറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസൊക്കെ പൊട്ടാനും മറ്റൊരു കണ്ടീഷനിലേക്കൊക്കെ മൂവ് ചെയ്ത് പോകാൻ കാരണമാവും. ഇനി
കൂടുക മാത്രമല്ല ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. ആ കുറയുന്ന കണ്ടീഷനെ വിളിച്ച പേരാണ് ഹൈപ്പോ ടെൻഷൻ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഹൈപ്പോ ടെൻഷൻ. അതായത് നോർമൽ ലെവലിൽ നിന്നും ബ്ലഡ് പ്രഷർ താഴേക്ക് വന്നാൽ അതിനെ വിളിച്ച പേരാണ് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈപ്പോ ടെൻഷനുണ്ട് ഹൈപ്പർ ടെൻഷനുണ്ട്. രണ്ടും എന്തിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്? ഹൈപ്പോ ടെൻഷൻ ആൻഡ് ഹൈപ്പർ ടെൻഷൻ മേ ബി ലീഡ്സ് ടു സ്ട്രോക്ക് ആൻഡ് ഹാർട്ട് അറ്റാക്കിലോട്ടോ സ്ട്രോക്കിലോട്ടോ എന്ത് ചെയ്യും, നയിക്കും. സ്ട്രോക്ക് എന്ന് വെച്ചാൽ നമ്മൾ പാരലൈസ് ചെയ്ത് പോകുന്ന, തളർന്നു പോകുന്ന അവസ്ഥയാണ്. ഒരു സൈഡൊക്കെ തളർന്നു പോകാറുണ്ട്. ഹാർട്ട് അറ്റാക്ക് മീൻസ് കാർഡിയാക് അറസ്റ്റ്, ഹൃദയാഘാതത്തിന് സംഭവിക്കാനും ഇടയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഹൈപ്പോ ടെൻഷനായാലും ഹൈപ്പർ ടെൻഷനായാലും ബോഡിക്ക് ദോഷമാണ്. അപ്പോൾ കൃത്യമായ അളവിൽ ആഹാരം കഴിക്കുക, പിന്നെ കൃത്യമായി വ്യായാമങ്ങളൊക്കെ ചെയ്യുക, ലഹരി പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയും ഭാഗം മനസ്സിലാക്കുക. അടുത്ത ദിവസം എങ്ങനെയാണ് ബ്ലഡിൽ നിന്നുള്ള ഓക്സിജനും ന്യൂട്രിയൻസും മിനറൽസും നമ്മുടെ സെല്ലിലേക്ക് എത്തുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.